ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 11 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെയിൻ ആയിട്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ്. അപ്പോൾ എനിക്കറിയാം നമ്മൾ ചലഞ്ച് ചെയ്യുന്ന കുറച്ച് പേർക്ക് മുടി കൊഴിച്ചിൽ കുറയാതെ ഉണ്ട്. ആ തുടക്കത്തിലുള്ള മുടി കൊഴിച്ചിൽ അങ്ങനെ ഉണ്ടെന്ന് 2-3 പേരൊക്കെ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരാഴ്ചയും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും മുടി കൊഴിച്ചിലൊക്കെ കുറവുണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾ പാക്കുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും വേഗം പോയിട്ട് ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഞാനിത് ഇവിടെ 1 സ്പൂൺ അളവിലാണ് ഉലുവ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റ യൂസിനാണെങ്കിൽ ഈ ഒരു അളവിൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്മേരിയുടെ ലീവ്സ് നിർബന്ധമില്ല, എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവണം എന്നില്ലല്ലോ. പിന്നെ എനിക്കറിയാം ഒരുവിധം ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ റോസ്മേരിയുടെ ലീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ കേട്ടോ. റോസ്മേരി അറിയാലോ, ഏറ്റവും നല്ലതാണ്, നമ്മൾ ഹെയർ ഗ്രോത്ത് വാട്ടർ ഒക്കെ തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി എടുക്കണം കേട്ടോ. ഉലുവയും റോസ്മേരിയും നമുക്കൊന്ന് കഴുകി എടുക്കണം. നമുക്ക് ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് കുതിർക്കാനിടണം. അപ്പോൾ കുതിർക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കണം. ഞാൻ ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്രാമ്പു ആണ് കേട്ടോ, ക്ലോവാണ്. ഞാനൊരു 3 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം ഇത്ര ഒരു 4 എണ്ണം ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏകദേശം ഒരു കണക്ക് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാമ്പു ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് ഹെയറിന് റീഗ്രോത്ത് ഉണ്ടാവാനും സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഗ്രാമ്പു നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 എണ്ണം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാം കേട്ടോ. നമുക്കിത് ഒരു ദിവസം ഒരു നൈറ്റ് ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാൻ ഇട്ടതൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉലുവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കളറൊക്കെ തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ആ റോസ്മേരി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുള്ളത്. ഈ വെള്ളം തന്നെ വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1 സ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത്. ടീ പൗഡർ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ചായപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ ചായപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് ചായപ്പൊടി നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം അത് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അത് കുറയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിത് തിളപ്പിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഏകദേശം ഒറ്റ യൂസിനുള്ള അളവാണ് ഞാനിപ്പോൾ എല്ലാം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തയ്യാറാക്കി എടുത്ത് വെക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ചേർക്കണം, അതിനനുസരിച്ച് വെള്ളവും ചേർക്കണം. ഞാനിതാ കുറച്ചും കൂടി വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം വെള്ളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് അളവിലൊക്കെ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ തിളപ്പിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അത് 1 ഗ്ലാസ് ആവുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തിളപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു സത്ത് മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടുന്ന ആ ഒരു സമയം വരെ നിങ്ങൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചായിരിക്കാം. പിന്നെ അരിപ്പ് ഉപയോഗിച്ചായിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായപ്പൊടിയൊക്കെ ചേർത്ത് കാരണം അതിൻ്റെ ആ ഒരു പൊടി ചെറിയ രീതിയിലെങ്കിലും ആ പൊടി അതിനകത്തേക്ക് വീഴും. അപ്പോൾ തുണി ഉപയോഗിച്ചായിരിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുത്ത് വെച്ച് വേണമെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം, പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ മുടിയിലേക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് മുടി കഴുകിയതാണ്. അപ്പോൾ മുടിക്ക് അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാനായിട്ട് കുറഞ്ഞ അളവിൽ, കൂടിയ അളവിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സ്പ്രേ ബോട്ടിൽ വേണം നിർബന്ധമൊന്നുമില്ല, കൈ ഉപയോഗിച്ച് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണല്ലോ തേക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിലാണ് കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നത്. സ്കാൽപ്പിൽ തേച്ചാൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. മുടി കൊഴിച്ചിൽ കുറയാനാണെങ്കിലും താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനാണെങ്കിലും നമ്മൾ സ്കാൽപ്പിലാണ് കൂടുതലായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. ബാക്കി ഉണ്ടെങ്കിൽ മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ളവർ
ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ ലൈറ്റ് ആയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഹെവി ആയിട്ടുള്ള പാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മുടി പൊഴിഞ്ഞു പോകുന്നത് പോലെ തോന്നും. അത് കാണുമ്പോൾ ചിലർക്കെങ്കിലും ടെൻഷൻ ആവും. അതങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കമന്റിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ടെൻഷൻ ആവേണ്ട കേട്ടോ. ഓൾറെഡി നമുക്ക് കൊഴിയാനുള്ള മുടിയാണ്. കുറച്ചും കൂടി നമ്മൾ ഹെവി ആയിട്ട് കുറച്ച് ഇങ്ങനെ ഇത് കൊടുക്കുന്നതുകൊണ്ട് ഒന്നിച്ച് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള ഹെയർ കെയർ കൊടുത്ത് ഫുഡിൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് മുടി കൊഴിച്ചിൽ കൂട്ടാൻ നിൽക്കരുത്. നമുക്ക് പതുക്കെ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മസാജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുടിയിൽ അങ്ങനെ കാര്യമായിട്ട് തേച്ചിട്ടില്ല. ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ വെറുതെ വെള്ളത്തിലാണ് കഴുകുന്നത്. വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നല്ല വൃത്തിയായിട്ട് വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക. താളിയോ ഷാമ്പോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പൊ അതുകൊണ്ടാണ് അതൊന്നും ഉപയോഗിക്കാതെ വെറുതെ വെള്ളത്തിൽ കഴുകാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ 11ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 12ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ നമ്മുടെ ചലഞ്ചൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.